പാശ്ചാത്യ സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബാൻഡുകളിലൊന്നാണ് ദി ബീറ്റിൽസ്. ജോൺ ലെനൻ, പോൾ മക്കാർട്ട്നി, ജോർജ് ഹാരിസൺ, റിംഗോ സ്റ്റാർ എന്നിവരിലൂടെ രൂപം കൊണ്ട ഈ സംഗീത സംഘം ലോകത്തിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചു. എന്നാൽ ബീറ്റിൽസ് പിരിഞ്ഞതിന് പിന്നാലെ പതിറ്റാണ്ടുകളായി ഒരു പേര് വിവാദങ്ങളുടെ കേന്ദ്രത്തിൽ തുടർന്നു: യോക്കോ ഓണോ. ബീറ്റിൽസിന്റെ സ്ഥാപക അംഗമായ ജോൺ ലെനന്റെ ഭാര്യ, ഒരു വിഭാഗം ആരാധകരുടെ കണ്ണിൽ ബീറ്റിൽസ് തകർന്നതിന്റെ പ്രധാന കാരണക്കാരി, മറ്റൊരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വന്തം കാലത്തേക്കാൾ മുന്നിൽ സഞ്ചരിച്ച പരീക്ഷണാത്മക കലാകാരി. ഈ രണ്ട് വിലയിരുത്തുകൾക്കിടയിലൂടെയാണ് യോക്കോ ഓണോയുടെ ജീവിതം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. 1933 ജപ്പാനിലെ ടോക്കിയോയിലാണ് യോക്കോ ഓണോ ജനിച്ചത്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും രണ്ടാം ലോക മഹായുദ്ധം അവരുടെ ബാല്യത്തെ വലിയ രീതിയിൽ ബാധിച്ചു. യുദ്ധകാല അനുഭവങ്ങൾ പിന്നീട് അവരുടെ കലാസൃഷ്ടികളിലും പൊതുപ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചു. അമേരിക്കയിലേക്ക് താമസം മാറിയ യോക്കോ സംഗീതത്തിലും കലാരംഗത്തും സജീവമായി. എന്നാൽ അവർ തിരഞ്ഞെടുത്ത വഴി പരമ്പരാഗത കലയുടെ വഴിയായിരുന്നില്ല. 1960കളിൽ ന്യൂയോർക്കിൽ വളർന്നു വന്ന പരീക്ഷണാത്മക കലാപ്രസ്ഥാനങ്ങളുടെ ഭാഗമായാണ് യോക്കോ ശ്രദ്ധ നേടിയത്. ഫ്ലെക്സസ് എന്ന ആർട്ട് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അവർ അന്താരാഷ്ട്ര കലാവേദികളിൽ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. 1964 അവതരിപ്പിച്ച കട്ട് പീസസ് എന്ന പെർഫോമൻസ് ആർട്ടാണ് അവരെ ആഗോളതലത്തിൽ ശ്രദ്ധേയയാക്കിയത്. വേദിയിൽ നിശബ്ദയായി ഇരുന്ന കലാകാരിയുടെ വസ്ത്രങ്ങൾ പ്രേക്ഷകർക്ക് കത്രിക ഉപയോഗിച്ച് മുറിക്കാമെന്ന ആശയമായിരുന്നു അതിന്റെ അടിസ്ഥാനം. സ്ത്രീ ശരീരം, അധികാരം, അക്രമം, സാമൂഹ്യ സമീപനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ച കൃതിയായി അത് പിന്നീട് വിലയിരുത്തപ്പെട്ടു. 1966 യോക്കോ ഓണോയുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. ലണ്ടനിലെ ഒരു ആർട്ട് ഗാലറിയിൽ വെച്ചാണ് അവർ ജോൺ ലെന്നനെ പരിചയപ്പെടുന്നത്. അന്ന് ജോൺ ലെന്നൻ ലോകത്തിന്റെ ഏറ്റവും പ്രശസ്തരായ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു. പരിചയം സൗഹൃദമായും പിന്നീട് പ്രണയമായും വളർന്നു. 1969 ഇരുവരും വിവാഹിതരായി. വിവാഹശേഷം ഇരുവരും സംഗീതത്തിലും സാമൂഹിക വിഷയങ്ങളിലുമുള്ള ഇടപെടലുകൾ ശക്തമാക്കി. വിയറ്റ്നാം യുദ്ധത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയ ബെഡ് ഇൻ ഫോർ പീസ് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. സമാധാന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ യോക്കോയും ലെന്നനും ഒരുമിച്ച് പ്രവർത്തിച്ചു. അതേസമയം ബീറ്റിൽസ് ബാൻഡിനുള്ളിലെ പ്രശ്നങ്ങൾ ശക്തമാകുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് യോക്കോ ബീറ്റിൽസ് റെക്കോർഡിംഗ് സെഷനുകളിൽ സ്ഥിരമായി എത്തിത്തുടങ്ങിയത്. ബാൻഡിന്റെ പ്രവർത്തന രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കാര്യമായിരുന്നു അത്. മറ്റ് അംഗങ്ങൾക്ക് അത്ര താല്പര്യമുണ്ടാക്കിയില്ല. 1970 ബീറ്റിൽസ് ഔദ്യോഗികമായി പിരിഞ്ഞു. തുടർന്നാണ് യോക്കോ ഓണോയ്ക്കെതിരായ വിമർശനങ്ങൾ ശക്തമായത്. ലോകമെമ്പാടുമുള്ള നിരവധി ആരാധകർ ബീറ്റിൽസിന്റെ തകർച്ചയ്ക്ക് യോക്കോയെയാണ് കാരണക്കാരിയാക്കിയത്. മാധ്യമങ്ങളിലും അതേ രീതിയിലുള്ള വിവരണങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ പിന്നീട് ബീറ്റിൽസ് അംഗങ്ങൾ തന്നെയും സംഗീത ഗവേഷകരും മുന്നോട്ട് വെച്ച വിലയിരുത്തലുകൾ വ്യത്യസ്തമായിരുന്നു. സാമ്പത്തിക തർക്കങ്ങൾ, മാനേജ്മെന്റ് പ്രശ്നങ്ങൾ, അംഗങ്ങൾ തമ്മിലുള്ള ആശയവ്യത്യാസങ്ങൾ, വ്യക്തിഗത കരിയർ ലക്ഷ്യങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ബീറ്റിൽസിന്റെ പിരിയലിലേക്ക് നയിച്ചതെന്നാണ് പൊതുവായ വിലയിരുത്തൽ. പോൾ മക്കാർട്ട്നി ഉൾപ്പെടെയുള്ള മുൻ അംഗങ്ങൾ പിന്നീട് നടത്തിയ അഭിമുഖങ്ങളിലും യോക്കോയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പൊതുസമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാടിൽ ആ ആരോപണം ഇന്നും തുടരുന്നുണ്ട്. 1980 ഡിസംബർ 8 ജോൺ ലെന്നൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് യോക്കോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു. ന്യൂയോർക്കിലെ അവരുടെ വസതിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. ലെന്നന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണയും സമാധാന സന്ദേശങ്ങളും നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ യോക്കോ സജീവമായി. സംഗീതം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ മേഖലകളിൽ അവർ തുടർന്നും ഇടപെട്ടു. അതേസമയം വിവാദങ്ങളും അവസാനിച്ചില്ല. ലെന്നന്റെ സ്വത്തു വിഭജനം, കുടുംബ ബന്ധങ്ങൾ, കലാപരമായ പരീക്ഷണങ്ങൾ തുടങ്ങി പല വിഷയങ്ങളിലും അവർ വിമർശിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സംഗീത രംഗത്തെ അവരുടെ പരീക്ഷണങ്ങൾ പലപ്പോഴും പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും കാരണമായി. ഇന്ന് യോക്കോ ഓണോയെ വിലയിരുത്തുമ്പോൾ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് മുന്നിലെത്തുന്നത്. ഒരു ഭാഗത്ത് ബീറ്റിൽസ് ആരാധകരുടെ വിമർശനങ്ങൾക്ക് വിധേയയായ വ്യക്തി, മറ്റൊരു ഭാഗത്ത് 20ാം നൂറ്റാണ്ടിലെ പ്രധാന പരീക്ഷണാത്മക കലാകാരികളിൽ ഒരാൾ. ഏത് നിലപാടിൽ നിന്ന് നോക്കിയാലും ജനപ്രിയ സംസ്കാരത്തിന്റെയും സംഗീത ചരിത്രത്തിന്റെയും കലാചരിത്രത്തിന്റെയും ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കാനാത്ത പേരാണ് യോക്കോ ഓണോ. അതുകൊണ്ട് തന്നെ ബീറ്റിൽസിന്റെ കഥ പറയുമ്പോഴും ജോൺ ലെന്നന്റെ ജീവിതം വിലയിരുത്തുമ്പോഴും 20ാം നൂറ്റാണ്ടിലെ പരീക്ഷണാത്മക കലയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും യോക്കോ ഓണോ എന്ന പേര് വീണ്ടും ഉയർന്നു വരുന്നു. വിവാദങ്ങൾക്കപ്പുറം കലയും സംഗീതവും രാഷ്ട്രീയവും പരസ്പരം സ്വാധീനിച്ച ഒരു കാലഘട്ടത്തിന്റെ പ്രതീകം തന്നെയാണ് യോക്കോ ഓണോ.